ഹലോ, അപ്പം നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ബാഗൊക്കെ തൂക്കിയിട്ട് എവിടേക്കാ പോകണമെന്നില്ല, എവിടേക്കല്ല കേട്ടോ, എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നാണ് നമ്മുടെ നാട്ടിൽ പാലക്കാട് ജില്ല മാത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിദ്ധമായ, പാലക്കാട് ജില്ലയിൽ തന്നെ പ്രസിദ്ധമായ തിരുവത്തപ്പള്ളി നേർച്ച ഇന്നാണ് കേട്ടോ. നല്ല നേർച്ച നടക്കുന്നത്. അപ്പോൾ സമയം ഏകദേശം 10:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്ന് കുളി ഒരുക്കം എല്ലാം കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോകണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 1 കിലോമീറ്റർ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് അത്ര നേർച്ചയൊന്നും കാണാൻ പറ്റില്ല. നമ്മുടെ ഇവിടെ ഉള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ എവിടെ നിന്നായിരിക്കും, അവരൊന്നും ഇവിടെ ഇല്ല, നേർച്ച വരുന്നു എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാട്ടിത്തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതുപോലെ നേർച്ചയുടെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ കണ്ടില്ലേ, നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ നേർച്ച പോകുന്നത് കണ്ടില്ലേ. ഇവരൊക്കെ കാണാൻ പോയിട്ട് നേർച്ചന്റെ കൂടെ വന്ന് കുഞ്ഞ് കളിച്ചടി കളിച്ചോ, ഇക്കയോ കളിച്ചോ. ഈ അവസ്ഥയില് കളിക്കാൻ നിൽക്കണ്ട. അപ്പൊ ഐസ്ക്രീം വേണം മറ്റൊരാളെ. അതാ പിണക്കം അതാ എന്താ വേണ്ട ഉമ്മനെ കൊണ്ട് വല്ലാത്ത ഇടങ്ങേറാണ്. ഇന്നലെ വരെ വണ്ടിയായിരുന്നു, ഇന്നിപ്പോ ഐസ്ക്രീം. ഇവിടെ നേർച്ച ആയതുകൊണ്ട് ഒരുപാട് ഐസ്ക്രീം വണ്ടികൾ വരുന്നുണ്ട്. ഞാനെന്താ ചെയ്യാ, പൈസ വേണ്ടേ കുഞ്ഞാ? പൈസ കൊടുക്കോടി അവനിക്ക്, കൊടുക്കടി. ഉണ്ടിപ്പനില് കുറച്ച് കൊടുക്ക്. പൈമു എന്താ വേണ്ട? പൈമു എത്ര എണ്ണോ? 2 മതിയാ നിനക്കോ? അപ്പൊ നമ്മളിനി അങ്ങോട്ട് പോവാണ്, നമ്മുടെ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഇതിനേക്കാളും നല്ല എല്ലാ നേർച്ചയും കാണാൻ പറ്റും. അപ്പൊ പോവാണ്. ഇനി കുറച്ച് നേർച്ചയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ നിന്ന് അധികം ആരും ഇല്ലാത്ത സ്ഥലമായിരുന്നു. ഇന്ന് കണ്ടില്ലേ, നേർച്ചയായിട്ട് ഒരേ തിരക്കാണ്. കണ്ടില്ലേ, എന്താണ് കാളകൾ ഉള്ള വണ്ടിയിലാണ് ഇവർ കൂടുതലായും തമിഴ്നാട്ടിൽ നിന്ന് വരല് കേട്ടോ. അപ്പം നല്ല തിരക്കായിരുന്നു, റോഡ് മൊത്തം തിരക്കായിരുന്നു. കാളകളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നു കേട്ടോ. ഇവിടെ കനാലുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് ഇതാ കാളകളെ കൊണ്ടുപോകുന്നു. ഇത് കുളിപ്പിക്കാൻ കൊണ്ടുപോവാണ്. മൊത്തം എല്ലാവരുടെ വീടിലുള്ള പറമ്പുകളിലെല്ലാം അവർ വരും കേട്ടോ. കുതിര തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വരും. ഇവർ വരില്ലാണ് പ്രധാനമായിട്ടും ഈ നേർച്ചൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ വീട്. മെയിൻ റോഡിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നേർച്ചയെല്ലാം കാണാൻ പറ്റാത്ത കൊണ്ട് കുഞ്ഞുണ്ടിരിക്കുന്നത്. നേർച്ചയെല്ലാം ഇതിയാണ് മിക്കവാറും പോകുന്നത്. അപ്പോൾ ഇതാ വാപ്പ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ വാപ്പ ചായക്കടയാണ്. അപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അടുത്ത നേർച്ച ഓരോരോ നേർച്ചകളായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഓംലെറ്റിൻ്റെയും ദോശയുടെയും സെക്ഷൻ എനിക്കായിരുന്നു കേട്ടോ. നെയ്റ്റ് മൊത്തം അതാണ് സൗണ്ട് അടിച്ചിരിക്കുന്നത്. സൗണ്ട് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ മെയിൻ നേർച്ച ദിവസം രാത്രി ഒരു 7 മണിയോടുകൂടെ ഇതായിരിക്കും കേട്ടോ അവസ്ഥ. റോഡ് മൊത്തം ബ്ലോക്ക് ആയിരിക്കും, മൊത്തം നല്ല തിരക്കായിരിക്കും കേട്ടോ. ഇനി ഒരു 1.5 മണിക്കൂർ വരെ ഈ ബ്ലോക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാവും. 1.5 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂർ. ഫൈക്കൂടെ മതിലിൻ്റെ മുകളിൽ കയറി ഒരേ ഡാൻസാണ് കേട്ടോ. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ കുട്ടികളെല്ലാവരും ചേച്ചിമാരും എല്ലാവരും കൂടിയിട്ടുണ്ട്, അവരുടെ എല്ലാവരും മക്കളും കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇതവിടെ 11 മണിയാണ് കേട്ടോ സമയം. അവർക്ക് ഉറക്കേ ഇല്ല. അല്ലെങ്കിൽ എല്ലാവരും 8 മണിയാകുമ്പോൾ
ആകുമ്പോൾ ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. എല്ലാവരുടെയും മുഖം ഇപ്പം ഏകദേശം 11 അല്ല 12 മണിയൊക്കെ ആയിട്ട്. അപ്പോൾ കടയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ അവരും വന്ന് നിൽക്കണം, ഉറങ്ങണില്ല. 10 മണി 9 മണിക്കൊക്കെ ഉറങ്ങുന്ന ആൾക്കാരാ. അവർ ഉറങ്ങാതെ ഇപ്പോൾ കടയിൽ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എന്താ പിന്നെ ഉറക്കാൻ വേണ്ടി ഞാൻ കൂടെ പോയി കുറച്ചു നേരം കിടക്കേണ്ടി വന്നു. എന്നിട്ടാണ് അവർ ഉറങ്ങിയത്. എൻ്റെ ചേച്ചിയുടെ മോനാണ് കേട്ടോ അത്. നേർച്ച രാത്രിയാണ് കേട്ടോ കൂടുതൽ നേർച്ചകൾ. അപ്പോൾ ഓംലെറ്റ് സെക്ഷൻ, ഇഡ്ഡലി സെക്ഷൻ മൊത്തം എൻ്റെ കയ്യിലായിരുന്നു. നെയ്റ്റ് മൊത്തം ഉറക്കൊടിച്ചു. അപ്പോൾ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒരു ദിവസമല്ലേ ഉള്ളൂ, നമ്മൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ നല്ലത് തന്നെയല്ലേ. ഇങ്ങനെയുള്ള വണ്ടിയിലാണ് കേട്ടോ അവർ തമിഴ്നാട്ടിൽ നിന്ന് വരല്. ഇതാണ് കാളവണ്ടി അവർ വരുന്നത്. അപ്പോൾ ഇതാ ഓംലെറ്റ് ഇട്ടിട്ട് പരുവം കണ്ടില്ലേ, ദോശക്കല്ലൊക്കെ അപ്പോൾ അടുത്ത് നേർച്ച വന്നിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ. വീഡിയോസിന് ഒരു ലൈക്കും കൊടുക്കണം. വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ